ഹലോ അസ്സലാമലൈക്കും. ജാസിയൻ ആഷിയാണ് കേട്ടോ. ഇപ്പോ സോഷ്യൽ മീഡിയയില് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിംവദന്തികൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കുണ്ടികള്? ആ കുണ്ടികളല്ല, കിംവദന്തികൾ അല്ലേ? ആ ശരി, രണ്ട് ചന്തികളല്ലേ, രണ്ട് കുണ്ടികൾ കളിക്കുന്നുണ്ടെന്ന് പറയാണ്. ഇപ്പോ ആഷിയുടെ ഉമ്മാന്റെ ഒരു വോയിസ് കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, അറിയാലോ, കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അത് ആഷിയുടെ ഉമ്മാന്റെ വോയിസ് തന്നെയാണ്. അതിപ്പോ ആഷിയുടെ ഉമ്മ എന്നല്ല, ആ ഉമ്മാന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പറയുന്ന ഒരു കാര്യമാണ് അതിൽ ഓന്റെ ഉമ്മ പറഞ്ഞുള്ളൂ. കാരണം ഉമ്മാക്ക് വേണ്ടത് എന്നെ ഒഴിവാക്കിയിട്ട് ആഷിയുടെ ഉമ്മാന്റെ അടുത്തേക്ക് പോകണം. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും എന്താ ചെയ്യാ, പിരിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ ക്ലിയറൻസ് നമ്മൾ എവിടെ ഇട്ടിട്ടുണ്ട്? യൂട്യൂബിലുണ്ട്, അത് പോയി നോക്കുക. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ ഈ ഉമ്മാന്റെ വോയിസ് ഇറക്കിയത് ഒന്നാമത് വളരെ മോശമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ രണ്ടാളും എന്നിട്ട് നിങ്ങൾ എന്ത് പറയുന്നേ? അസ്സലാമലൈക്കും, ഹലോ അസ്സലാമലൈക്കും, നിങ്ങളെ പേര് പറയൊന്നും വേണ്ട, നിങ്ങളെ നാട്ടുകാർക്ക് മൊത്തം അറിയാം നിങ്ങൾ രണ്ട് കീടങ്ങളാണെന്നുള്ളത്. എന്നിട്ട് ഇനി ഇതിങ്ങനെ ഇതാക്കണ്ട. അല്ലാതെ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ പേര് മുഹമ്മദ് യാസിൻ, മറ്റവൻ്റെ പേരെന്താ? ആഷിഖ്. ഈ ഏതെങ്കിലും ഒരു പെണ്ണിന് മുഹമ്മദ് ജാസിൽ എന്ന് പേരിട്ടിരിക്കണോ? എവിടെ ഉണ്ടാകുക? ഞാനിത് എന്തിനാ ഇവിടെ എടുത്തേച്ചിരിക്കണെന്ന് അറിയാം? മുഹമ്മദ് ജാസിലെ ഇതായിരിക്കും ഇപ്പം എൻ്റെ. അതുകൊണ്ടാണല്ലോ എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികളെ അതേ ഫ്ലാപ്പായിപ്പോയി. ഈ സാധനം നേരെ ഇരിക്കേണ്ടത് വളഞ്ഞിരുന്ന അത് ഫ്ലോപ്പാകും. പിന്നെ ഇത് ആഷിഖ്, ഇവന്റെ ഈ പോലെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ അവനെ കൂടെ ഇങ്ങനെ പിടിച്ചു നടത്തുന്നത്. എന്നിട്ട് എൻ്റെ കിംവദന്തികള്, എന്ത് തന്തികള്? രണ്ട് കുണ്ടികള്, നാണമില്ലാത്ത കൈതകള്. നാണം ഉണ്ടോടാ മക്കളെ? നിങ്ങൾക്ക് ഉണ്ടോ? ദേശ മക്കളെ, എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞ് തെറി കുറക്കണം. പക്ഷെ നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകുക തെറി. ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങോട്ട് ആയി പോണതാണ്. കാരണം ഒരാളെങ്കിലും ഒരു പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല നിങ്ങളെ ഈ ഇത് കണ്ടിട്ട്. കണ്ട ആളുകളും കുടുംബവും കുട്ടികളും ഒക്കെ കാണുന്നുണ്ട് നിങ്ങളെ ചെറിയ പൈതങ്ങൾ നിങ്ങളെ കണ്ടിട്ട് അതുപോലെ ആവാൻ പറ്റി ശ്രമിക്കുക. ഒന്നും നോക്കണ്ടോളി പൊന്നു മക്കളെ, അതിനെ തച്ചാണ്ട് കൊന്നാളി. ഇതുപോലെ നാട്ടുകാരെ മുന്നിൽ നാണം കെട്ട് ജീവിക്കണതിനെക്കാട്ടിലും നല്ലത് അവറ്റാളാണ്ട് കൊല്ലുക, ഒഴിവാക്കുക. ഇതിങ്ങനെ രണ്ട് ഉളുപ്പില്ലാത്ത നായ്ക്കള്. എടാ നായി താടി വെച്ച കള്ള പന്നി ആശിക്കെ, എൻ്റെ ഉമ്മ കരഞ്ഞു വിളിച്ച് പറഞ്ഞിട്ട് ഇല്ലടാ നായി പോയിട്ട് ആ നന്ദിനി റെഡ്ഡിയുടെ വീട്ടിൽ പോയിട്ട് ഒളിച്ചിരുന്നതും അന്നബിലൊക്കെ പാട പിടിച്ചതും തച്ചതും അങ്ങോട്ട് തല്ലി ഒക്കെ പാട പറഞ്ഞുണ്ടാക്കിയതും. ഈ ഒരുമ്പട്ടവനല്ലേ പെണ്ണിന്റെ വേഷവും കെട്ടിയിട്ട് നിന്നിട്ട് എന്നെ പറ്റിയിട്ട് പലതും പറഞ്ഞുണ്ടാക്കിയിരുന്നു അല്ലേ? ഈ നന്ദിനി റെഡ്ഡിന്റെ കട്ടലിന്റെ അടിയില നന്ദിനി റെഡ്ഡിന്റെ പുതപ്പിന്റെ ഉള്ളിൽ നിന്നാ പിടിച്ച്, നന്ദിനി റെഡ്ഡിന്റെ ബാത്റൂമിൽ നിന്ന് പിടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയായിരുന്നു ഇവൻ തന്നെയല്ലേ? എന്നിട്ട് അവന്റെ മൂട്ടിലെ പറ്റി ആ പെണ്ണ് എന്നെ രക്ഷിക്കാനല്ലേ നോക്കിയായിരുന്നു ഈ നന്ദിനി റെഡ്ഡി പറഞ്ഞ? അന്ന് രക്ഷിക്കാൻ നോക്കി നൈസായിട്ട് അവളെ ചാമ്പി, അതല്ലേ സംഭവം. അത് പറയാം, അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണേ. ഇനിയിപ്പോ ഇത് പറയുന്നത് നന്ദിനി റെഡ്ഡിയുടെ വകുപ്പിന്റെ ഉള്ളിലായിരുന്നു അവൻ, ഇവര് തമ്മിൽ പ്രേമായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണതാ. ഇനിയിപ്പോ അതെന്താന്ന് നമുക്കറിയില്ല. അത് നിങ്ങളെ പാടായി. പക്ഷെ ഈ ഇങ്ങനെ വന്ന് ഓപ്പൺ ഏരിയയിൽ നിന്ന് ഈ പബ്ലിക്കിൽ വന്ന് ഈ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ആരായാലും പറഞ്ഞു പോകും ഇല്ലേ? എന്നിട്ട് മറ്റേ കുക്കുമ്പർ 2 ക്യാരറ്റും വെച്ചിട്ട് ഞങ്ങൾ പെണ്ണുങ്ങളെപ്പാൽ തന്നെ ശശിയ നല്ല ശശ കൊണ്ടനടിച്ച് നടന്നിട്ട് ഇവര് ശശി ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇത് രണ്ടും കൂടി ഇതാക്കിയിട്ട് എന്തിനാ നായിക്കളെ ചത്തൂടെ പഞ്ഞളങ്ങൾക്ക് പോയിട്ട് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? വല്ലാത്തൊരവസ്ഥ. എൻ്റെ ഏട്ടന്മാർ ആഷിക്ക് എൻ്റെ 2 ഏട്ടന്മാരുണ്ട് ഇത്രേ. അപ്പൊ ആ 2 ഏട്ടന്മാര് അല്ലെങ്കിൽ അഞ്ചന്മാർ എന്തായാലും അവറ്റുള്ള ഭാവി നശിപ്പിച്ചില്ലടാ നായി ഇല്ലേ? ഇങ്ങനെയല്ലേ പോണാച്ചക്കന്മാര് പോകുമ്പോ ഇതാ പോണ് കുണ്ടന്റെ അഞ്ചൻ, അല്ലെങ്കിൽ ഇതാ കുണ്ടന്റെ ഏട്ടൻ എന്ന് പറയില്ലേ? അയ്യ പോകുകയാണെങ്കിൽ ഞാൻ അതാ കുണ്ടന്റെ കെട്ടിയന് പോണു, കുണ്ടന്റെ കെട്ടിയൻ പോണെന്നേ പറയുള്ളൂ. ലോക കുണ്ടൻ. എന്തിനാടാ നായ്ക്കളെ ഇങ്ങനെ നിൽക്കുന്നത്? കുടുംബത്തെ ഓർക്കും പന്നിയാളെ. എടാ ഒരു പ്രവാസി എന്ന് പറഞ്ഞ സംഭവം, ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു എന്തായിക്കോട്ടെ, ഒരു ആൺകുട്ടി അതിനെ പഠിപ്പിച്ച് വലുതാക്കി അത് നാട് വിട്ട് ഇപ്പൊ ഈ മറ്റെന്താ പറയാ ഇന്ത്യ വിട്ടിട്ട് തന്നെ വരണമെന്നൊന്നുമില്ല. നമ്മുടെ കേരളം വിട്ടിഞ്ഞിപ്പോ ചിലപ്പോ ഡെയിലി വന്ന് പോകാൻ പറ്റാത്തൊരു സ്ഥലത്ത് തന്നെ അവന്റെ രക്ഷിതാക്കളെയും വിട്ട് അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിനെയും വിട്ടിട്ട് പുറത്ത് പോയി നിന്ന് ജോലി ചെയ്തിട്ട് അവന്റെ സുഖങ്ങൾ കൂടി മാറ്റി വെച്ച് ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ അവനാടാ മനുഷ്യൻ. അവന്റെ തന്തയും തള്ളി അങ്ങനെ വളർത്തിണ്ടാക്കിയതാ. നിങ്ങളെ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയിട്ട് നിങ്ങളെ ഈ സുഖത്തിന് വേണ്ടിയിട്ട് കൈതക്കാമത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞു തീർന്ന് ഇങ്ങനെ നടക്കുക.
നിങ്ങളെ സത്യത്തിൽ അവറ്റങ്ങൾ തൂറിയിട്ടതൊന്നുമല്ല. വയറിളക്കം വന്നപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഒഴുകി വന്നതൊന്നുമല്ല. നിങ്ങളെയും 10 മാസം 9 മാസം ചില്ലറ ദിവസങ്ങളും ഏറ്റിപ്പിടിച്ച് അവറ്റങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഇതൊക്കെ മറന്ന് ഇതാക്കിയിട്ട് സന്തോഷിച്ച് നിങ്ങൾ പുറത്തു വരട്ടെന്ന് വിചാരിച്ചിട്ട് പ്രസവിച്ചോറ്റ ആയിട്ടാ. ചിലപ്പോ ഓപ്പറേഷൻ ആയിരിക്കും, ചിലപ്പോ നോർമൽ ആയിരിക്കും. നോർമൽ എന്ന് പേര് മാത്രമേ ഉള്ളൂ. അവറ്റങ്ങളുടെ ബുദ്ധിമുട്ട് അവറ്റങ്ങൾക്കല്ല അറിയുള്ളൂ. ഈ മുട്ട ഇടുന്ന കോഴിക്കല്ല അറിയുള്ളൂ ആ കോഴിയുടെ കുണ്ടിന്റെ വേദന. അതല്ലേ ഇപ്പൊ അവറ്റങ്ങളുടെ അവസ്ഥ. നിങ്ങൾക്ക് എന്ത് പറഞ്ഞിക്കണ്? നിങ്ങൾ ഈ ജീവന്റെ അങ്ങോട്ട് സൈക്കിൾ ഔട്ടണം, അവ ഇങ്ങോട്ട് സൈക്കിൾ ഔട്ടണം. ഈ സൈക്കിൾ ഔട്ടി നടന്നിട്ട് നിങ്ങൾക്ക് എന്തോലൊക്കെ കിട്ടാനാ? അവറ്റങ്ങളെ മാനവും പോയി, അപമാനം ഉണ്ടാക്കി, നിങ്ങൾ സുഖവും സുഖിച്ചു ആക്കിയിട്ട് നിങ്ങൾ നടന്നിട്ട് എന്ത് തേങ്ങയുടെ നിങ്ങൾക്ക് ഇതെന്ന് കിട്ടണ്? നായി പോയിട്ട് പെണ്ണ് കെട്ട്. എന്നിട്ട് ആ കുടുംബത്തിൽ അവറ്റങ്ങൾക്ക് ഒരു തലമുറ ഉണ്ടാക്കാൻ നോക്ക്. ഇതുമ്പോ നിന്നാൽ തലമുറ ഉണ്ടാവില്ല, തല തിരിയേ ഉണ്ടാവുള്ളൂ. തല വെച്ച് വരതണ്ട് വരും. പോയിട്ട് അതെന്തേലും ചെയ്യും. അല്ലാതെ ഈ ചെക്കന്റെ ചന്തിന്റെ ഇടയിൽ ഇത് വെച്ചിട്ട് പോലെ കേട്ടോ. ഇവൻ 24 മണിക്കൂറും ചന്തിന്റെ ഇടയിൽ പൈപ്പ് വെക്കണം പറഞ്ഞിട്ട് അതും വെച്ചോണ്ട് നടക്കല്ലേ. വല്ലാത്തൊരു നായ്ക്കള്, നാണല്ലാത്ത ഉസുറുമ്പുളില്ലാത്ത തേണ്ടികള്.